ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും റോഷനും ഇവിടെ പരമസുഖമായിട്ടിരിക്കുന്നു. ജോലി വീട് വീട് ജോലി, ജോലി വീട് വീട് ജോലി, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇന്ന് എൻ്റെ ഓഫ് ഡേ ആയിരുന്നു ഗൈസ്. രാവിലെ മുതൽ ഉച്ചവരെ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചാൽ ഉറങ്ങി. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പാത്രം കഴുകി വീട് ഫുൾ ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു കേട്ടോ. മൊത്തം വീടും ക്ലീൻ ചെയ്തു. സോ വൈകുന്നേരം ഇന്ന് റോഷന് ജോലിയുള്ള ദിവസമാണ്. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് റോഷൻ വീട്ടിലുള്ളതും ഇല്ലാത്തതും എല്ലാം കണക്കാണ്. അതുകൊണ്ട് റോഷൻ ഇപ്പം ജോലി കഴിഞ്ഞ് എഴുന്നേറ്റു. സോ നമ്മളൊന്ന് പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. സോ ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. രാവിലെ മുതലേ എടുക്കാഞ്ഞത് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഗൈസ്. സോ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോവാണ്. എവിടെയാണ് പോകണമെന്ന് തീരുമാനിച്ചു റോഷ? We are going to this Pakistani restaurant. Okay, so it's called Karai Boys. It's a wonderful restaurant. If you guys are watching and if you guys are around, make sure try it. I've been there once. I'm taking her for the first time, and I really like one of the food there. റോഷൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് ആണെന്നാണ് റോഷൻ എന്നും പറയാറ്. എന്തായാലും പോയി ട്രൈ ചെയ്യാം. സോ എനിക്കൊന്ന് കറാഹി ബോയ്സ് പോലെ തന്നെ കറാഹി പോയിന്റ് എന്നുണ്ട്. 2 സിമിലർ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ നമ്മൾ ഏതാണ് തീരുമാനിച്ച റോഷ എവിടെ പോകണമെന്ന്? കറാഹി ബോയ്സ് ആണ്. ഓക്കെ, സോ അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ പോവാണ് ഗൈസ്. സോ വിൽ ജസ്റ്റ് ടേക്ക് യു ഗൈസ് ഓൾസോ വിത്ത് അസ്, അല്ലേ റോഷ? ഓക്കെ, സോ ലെറ്റ്സ് ഗോ. കറായി ബോയ്സ് പോകേണ്ട കാര്യം കറായി പോയിന്റിനെ കാട്ടും കറായി ബോയ്സിന് കുറച്ച് ചെലവ് കൂടുതലാണ്. റാക്കിന് ചെലവാണെന്ന് അതാണ് ബോയ്സിലോട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും പോയിട്ട് വരാം. കം ഓൺ ഗൈസ്. നമ്മളങ്ങനെ പുറപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് ചളിയൊക്കെ അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ റോഷന് അതിയായ പാട്ട് പാടാനുള്ള ഒരു ആഗ്രഹം. റോഷൻ പിയാനോ ഒക്കെ വായിച്ചോടെ സ്വന്തമായിട്ടൊരു മ്യൂസീഷ്യൻ ഫീലൊക്കെ ഉണ്ടോ എന്നെനിക്കൊരു സംശയം ഇല്ലാതില്ല. ഇപ്പൊ 2-3 ട്യൂണൊക്കെ പഠിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. സോ ഞാൻ അതിനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരിക. നമ്മളുടെ ഭയങ്കര ബഹുമാന്യനായ ഒരു മ്യൂസീഷ്യനാണ് ഇവിടെ ഇരിക്കുന്നത്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഭാവിയിൽ വല്ല മ്യൂസിക് ബാൻഡ് ഒക്കെ തുടങ്ങി അതിനകത്ത് ലീഡ് പിയാനോ ആർട്ടിസ്റ്റ് ഒക്കെ ആയാലോ അവിടെ ഇച്ചിരി ബഹുമാനം കൊടുക്കാം. സോ ഗൈസ്, റോഷന്റെ വക ഒരു എന്താ പ്രായമായ റോഷ. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് റോഷന്റെ പാട്ട് കേൾക്കാം. റോഷ, പാട്ടൊക്കെ റെഡി അല്ലേ? നോക്കാം. റോഷൻ എന്തായാലും പാട്ട് പാടാൻ പോവാണ് ഗൈസ്. നിന്നെ കാണാനീട്ടൊരു നാളുണ്ടേ, വെളുത്ത ചക്ക നീയൊരു മഞ്ചായി കുറുവാനോടാ, കുടിച്ചു തീർത്തും കുപ്പി ഞാന് മനസ്സിൽ നിന്നേ ഞാൻ കൊണ്ടെടുക്കുന്നേ. സോ പാട്ടിനകത്ത് ലിറിക്സ് ഒന്നും അറിയില്ലെങ്കിലും ഗൈസ്, റോഷൻ ഒരു മ്യൂസീഷ്യൻ ആയതുകൊണ്ട് സ്വന്തം പോയി പാട്ട് വരെ എഴുതിയെടുക്കാൻ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവുള്ള ഒരു മനുഷ്യനാണ് റോഷ. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. എന്തായാലും ഒരു കൃത്യമായി അറിയാത്തൊരു ഭാഷയാണെങ്കിൽ പോലും പാട്ടുകൾ അറിയാന്നുള്ളൂ. അല്ല, പക്ഷെ ഞാൻ പറയാമെന്നത് ഞാൻ നിന്നെ ഒന്ന് പൊക്കിയടിക്കാൻ. സോ ഗൈസ്, റോഷൻ അത്ര ഭയങ്കര നന്നായിട്ട് നമ്മളൊക്കെ സംസാരിക്കുന്നവരുള്ള മലയാളം അറിയില്ല. ഓക്കെ ആണോ? അതുമല്ല, വളരെ നന്നായിട്ട് അറിയുന്ന ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ ആ മലയാളം പാട്ട് തന്നെ എടുത്ത് പാടാൻ കാണിച്ച ആ മനസ്സ്. റോഷ, യു ആർ ദ ഗ്രേറ്റ്. റോഷ, യു ആർ ദ ഗ്രേറ്റ്. നമ്മളിന്നധികം തണുപ്പൊന്നുമില്ല എന്ന് വെച്ചാൽ ജാക്കറ്റ് ഒന്നും വേണ്ട വന്നത്. നല്ല കാറ്റാണ്. റോഷൻ തണുക്കുണ്ടോ? ചപ്പൽ വരെ ഉണ്ടോ? ഞാൻ ഇതൊക്കെ ഇട്ടിട്ടാണ് വന്നത്. ഇത് ഞാൻ ഷൂ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ കാറ്റ് വേണമെന്നുണ്ടോ? നിങ്ങൾ എന്റെ മുടിയൊക്കെ പറഞ്ഞു. ആൾക്കാർ കൂടുതലായതുകൊണ്ട് സീറ്റില്ല. നമ്മളോട് കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്.
ഈ ബോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ബോൾ. അതുകൊണ്ട് ഇവിടെ വന്നിരുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇരുന്നാണ്, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്നായിരുന്നു. സോ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ്, നമുക്ക് നല്ല വെയിറ്റ് ചെയ്യാം. സോ ഗൈസ് ഇവിടെ മെനു ഒക്കെ നമ്മളെ നാട്ടിലേതുപോലെ പേപ്പർ മെന്യൂസ് അല്ല ഇപ്പോൾ. എനിക്കൊന്ന് നാട്ടിൽ കുറേ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾക്ക് ഇവിടെ ഇതുപോലുള്ള QR കോഡ്സ് കൊടുക്കും, ഇത് സ്കാൻ ചെയ്യാം, മെനു ഇതിൽ കിട്ടും. റോസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. मेरे दिल के भी दिल में है तू. ഓക്കെ, പാട്ട് കേട്ടിട്ട് കുട്ടി എവിടെയായിരുന്നോ കഴിയുന്നതാണ് ഗൈസ്. സോ ഞാൻ വേറൊരു പാട്ട് പാടാം. ഞാൻ ആൾക്കാർ നോക്കുന്നുണ്ട് ഗൈസ്, നമുക്കതുകൊണ്ട് പിന്നെ പാടാം, വീട്ടിലെത്തട്ടെ. മികച്ച പോരാട്ടമാണ് ഗൈസ്. ഈ പണ്ടാരൊക്കെ തൊടാനെത്തുന്നില്ല, ഞാൻ ചെയ്തോളും. യെസ്, കണ്ടാ, ഞാൻ ഭയങ്കര കിടിലൻ പ്ലെയർ ആണ് ഗൈസ്. അയ്യോ വൈറ്റ് വീണു. ഗൈസ് അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട്. സോ ഇതാണ് ഗൈസ്, ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇതാണ് ഈ കരാഹി എന്ന് പറയുന്നത് അല്ലേ, ഈ ചട്ടിക്കാണ് ഇവിടെ കരാഹി എന്ന് പറയാം. ഇതൊരു പാകിസ്ഥാനി സ്റ്റൈൽ ഡിഷാണ്. ഇത് നമ്മുടെ സ്റ്റാർട്ടറാണ്. ഇത് ബീഫാണ്, ഇത് ചിക്കനാണ്, ഇതാണ് ഗാർലിക് നാൻ. റോഷ സെർവ് ചെയ്ത് തരും. ഇത് എൻ്റെ അറിവിൽ ബെസ്റ്റ് നാൻ ഐ എവർ ഹാഡ് ഇൻ ടൊറോണ്ടോ. വിശന്ന് പണ്ടാരടങ്ങിയിരിക്കുകയാണ് ഗൈസ്. സോ ഗൈസ് ഇതാണ് ഇംലി ചട്നി. ഇത് ബീഫ്, ഇത് ചിക്കൻ, ഇത് ഗാർലിക് നാനാണ്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കോളി കറി കേട്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ള കറി. പിന്നെ നാലും നല്ല കിടിലനാണ് ഗൈസ്. ഇന്ന് പണ്ടാരടങ്ങി എൻ്റെ കിഴി പോയിരിക്കുകയാണ് ഗൈസ്. റോഷൻ ഇപ്പോഴും തിന്നുകൊണ്ടിരിക്കുകയാണ്. റോഷ ഫുഡ് ഇഷ്ടപ്പെട്ടോ? ആരോടാ ഞാൻ ചോദിക്കണേ? റോഷൻ ഇഷ്ടപ്പെട്ടതായതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നതല്ലേ. ഒരു കഷ്ണം ഉള്ളി ചോദിച്ചതിന് അവർ ഒരു ഉള്ളിത്തോട്ടം മൊത്തം തന്നു ഗൈസ്. നമ്മളിവിടുന്ന് ഉള്ളി ഇവർ ഫ്രീ ആയിട്ട് തരത്തില്ല. ഉള്ളി ഇവർ ഈ ഹൈദരാബാദുകാർ എന്ത് ബിരിയാണിയോ എന്ത് പിന്നെ റോട്ടിക്കറിയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ അവർ ഉള്ളി കഴിക്കും. സോ ഉള്ളി ഒരു കഷ്ണം ചോദിച്ചതിന് അവർ റോഷനെ കൊണ്ട് ഒരു ഉള്ളി സാലഡ് മൊത്തം വാങ്ങിപ്പിച്ചു. റോഷ ഒരു പൂ ചോദിച്ചപ്പോൾ അവർ നിനക്കൊരു പൂക്കലം തന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. എനിക്ക് കാണുന്ന എനർജി ഞാൻ കുറച്ച് അഭിനയിക്കുന്നതാണ് ഗൈസ്. അഭിനയിക്കാനുള്ള ശേഷി പോലും ഇല്ലാതെ അത്രയും ഭക്ഷണം കഴിച്ച പണ്ടാരടങ്ങിയിരിക്കുകയാണ്. ഫുഡ് മൊത്തം നമ്മൾ പാക്ക് ചെയ്ത്, മൊത്തമല്ല 3 നാൻ വാങ്ങിച്ചു കേട്ടോ. വലിയ നാനാണ്, അതുകൊണ്ട് ഒരാൾക്ക് കഴിച്ചു തീർക്കാൻ, 1-2 ഒക്കെ കഴിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. സോ നമ്മൾ മൊത്തം പാക്ക് ചെയ്തെടുത്തു. കാരണം റോഷൻ എന്തായാലും നാളെ ഓഫാണ്, എനിക്ക് ജോലിയുണ്ട് ഗൈസ്. സോ റോഷൻ വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. റോഷ പറയൂ, റോഷന്റെ കൺക്ലൂഷനാണ്, പറയൂ. റോഷന്റെ വക കൺക്ലൂഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഒച്ചത്തിൽ പറയൂ, അവർക്ക് കേൾക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡു ഫോളോ, സബ്സ്ക്രൈബ് if you haven't done it yet.
Thank you for all the support, and see you until next video.